മാനേജീരിയൽ എക്കണോമിക്സിലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി എന്നീ ഏരിയകളാണ് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന ഏരിയയും അതിൻ്റെ തിയറി ഭാഗവും ഗ്രാഫുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, റിയൽ വേൾഡിൽ പ്യുവറായിട്ടുള്ള മൊണോപ്പൊളി എന്ന സിറ്റുവേഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് സിറ്റുവേഷനും നിലനിൽക്കുന്നില്ല. ഇവ രണ്ടും ഇമാജിനറി സിറ്റുവേഷൻ മാത്രമാണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നത് ഒരു മിത്തായിട്ടും മൊണോപ്പൊളി എന്നത് വളരെ ചുരുങ്ങിയ കാലം മാത്രം നിലനിൽക്കുന്ന ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഒന്നായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ റിയൽ വേൾഡിൽ യഥാർത്ഥത്തിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ പിന്നെ ഏതാണ്? അതായത് മൊണോപ്പൊളിയുടെയും കോമ്പറ്റീഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിലുള്ളത്. മൊണോപ്പൊളിയും ഉണ്ടാകും, അതോടൊപ്പം അവിടെ കോമ്പറ്റീഷനും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉള്ള മാർക്കറ്റ് സിറ്റുവേഷനെ ടെക്നിക്കലി നമ്മൾ വിളിക്കുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ്. നമുക്കറിയാം, നമ്മൾ എക്കണോമിക്സിൽ മാർക്കറ്റിനെ കോമ്പറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നും മൊണോപ്പൊളി എന്നും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നും ക്ലാസിഫൈ ചെയ്തു. അതിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി, ഡിയോപ്പൊളി എന്നിവ. ഇതിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെയാണ് നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആദ്യമായി കോയിൻ ചെയ്തിരിക്കുന്നത് പ്രൊഫസർ E.H. ചാംബർലിനാണ്. ഇദ്ദേഹം അമേരിക്കക്കാരനാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, it is a market structure in which relatively many firms supply a similar but differentiated products, with each firm having a limited degree of control over price. ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഇവിടെ ധാരാളം ഫേംസുകൾ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്നു. എല്ലാവരും സിമിലർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്, വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അവ ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റുമായിരിക്കും. ഈച്ച് ഫേം ഹാവിങ് എ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ പ്രൈസ്. മാത്രമല്ല, ഓരോ ഫേമിനും വില നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിവരെ നിയന്ത്രണം, കൺട്രോൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് സോപ്പിൻ്റെ എക്സാമ്പിൾ നമുക്കെടുക്കാം. സോപ്പ് എന്ന് പറയുമ്പോൾ ധാരാളം ബ്രാൻഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. പിയേഴ്സ്, റെക്സോണ, സന്തൂർ, ലെക്സ് തുടങ്ങി ധാരാളം ബ്രാൻഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ മീനിങ് മെനി ഫേംസ് സപ്ലൈ എന്ന് പറയുന്നത് ശരിയല്ലേ? അതായത് സോപ്പിൻ്റെ കാര്യത്തിൽ ധാരാളം ഫേമുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഉൽപ്പന്നം. എല്ലാവരും സപ്ലൈ ചെയ്യുന്നത് സിമിലിയർ അല്ലേ? ഇപ്പോൾ സോപ്പിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, സോപ്പ് തന്നെയല്ലേ എല്ലാ ബ്രാൻഡിലും പുറത്തിറക്കുന്നത് അല്ലേ? സോപ്പ് തന്നെയാണ്. അപ്പോൾ സിമിലിയർ ആണ്. പക്ഷേ ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറയുന്നത് വ്യത്യസ്തത വരുത്തിക്കൊണ്ടാണ് അവർ ഈ ഉൽപ്പന്നം സപ്ലൈ ചെയ്യുന്നത്. വ്യത്യസ്ത വരുത്തുന്നു എന്ന് പറയുന്നത്, പിയേഴ്സ് എന്ന കമ്പനി അവരുടെ ഉൽപ്പന്നം വ്യത്യസ്ത വരുത്തിക്കൊണ്ട് അവരുടെ സ്മെല്ല്, അവരുടെ ഡിസൈൻ, അവരുടെ പാക്കിംഗ് എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ സന്തൂർ, ലെക്സ് ഒക്കെ വ്യത്യസ്തമാണ്. അതായത് ഡിഫറൻഷ്യേറ്റഡ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇതിനെല്ലാം വിലയും വ്യത്യാസമുണ്ട്. വില വ്യത്യാസമുണ്ടാവാനുള്ള കാരണം ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ പ്രൈസ്. പ്രൈസിൻ്റെ മുകളിൽ ഒരു പരിധിവരെ നിയന്ത്രണം ആർക്കുണ്ട്? ഓരോ ഫേമുകൾക്കുമുണ്ട്. ഓരോ ഫേമുകൾക്കും ഉള്ളത് കൊണ്ട് അവർ തന്നെയാണ് വില നിശ്ചയിക്കുന്നത്. സോ പ്രൈസ് മേക്കേഴ്സാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫേമുകൾ. സോ ഇതാണ് ഇതിൻ്റെ ഉദാഹരണം. സോപ്പ്, അതേപോലെ ടൂത്ത് പേസ്റ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഇൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള പോലെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് അല്ല വിൽക്കപ്പെടുന്നത്. സിമിലിയർ ആണെങ്കിൽ കൂടി ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിഫറൻഷ്യേറ്റഡ് ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കുന്നത്. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വ്യത്യസ്തത വരുത്തിക്കൊണ്ടാണ് പുറത്തിറക്കുന്നത്. ഇപ്പോൾ സെവറൽ ബ്രാൻഡ്സ് വ്യത്യസ്ത ബ്രാൻഡുകളായിട്ടും വ്യത്യസ്ത ട്രേഡ് മാർക്കിലുമൊക്കെയാണ് പുറത്തിറക്കുന്നത്. മാത്രമല്ല, എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒരു പരിധി വരെ ഇവിടെ മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ബ്രാൻഡും അവരുടേത് തന്നെയാണ്. അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഉൽപ്പന്നങ്ങളെ വ്യത്യസ്തത വരുത്തുന്നത് കൊണ്ട് തന്നെ, ആ ഡിഫറൻഷ്യേഷനിൽ അവർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അതിൽ അവരൊരു മൊണോപ്പൊളി കീപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് എ കോമ്പറ്റീഷൻ അമംഗ് ദ പ്രൊഡ്യൂസേഴ്സ്. അതേസമയം തന്നെ അവിടെ പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ മത്സരവുമുണ്ട്, കോമ്പറ്റീഷനുമുണ്ട്. കാരണം സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വേറെയും പ്രൊഡ്യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണത്. അപ്പോൾ ബിക്കോസ് ഓൾ ബ്രാൻഡ്സ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. എല്ലാ ബ്രാൻഡ്സും
ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഒരു സോപ്പ് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വേറൊരു സോപ്പ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? പിയേഴ്സ് എന്ന സോപ്പ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ലെക്സ് ഉപയോഗിക്കും. കാരണം എല്ലാം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന മാർക്കറ്റ് സിറ്റുവേഷനെ ഏകദേശം നിങ്ങൾ മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ സിമിലിയർ ആണ്, ഡിഫറൻഷ്യേറ്റഡ് ആണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. പ്രൈസിൽ നിയന്ത്രണം ആർക്കുണ്ട്? ഫേമുകൾക്കുണ്ട്. ഉദാഹരണം സോപ്പ്, ടൂത്ത് പേസ്റ്റ് പോലുള്ള കമ്പനികൾ, പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ. ഇവിടെ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിക്കും ഇടയിലുള്ള, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുമെന്നതാണ്. എന്നാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അത്രയും ഉണ്ടാവില്ല. നോട്ട് സോ ലാർജ് ആസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് ഏകദേശം ഒരു 25 മുതൽ 70 വരെ ആവറേജ്, നമ്മളൊരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ അത്രയൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും ഉൽപ്പന്നങ്ങൾക്ക്. ഇപ്പോൾ സോപ്പ് എടുക്കുകയാണെങ്കിലും അതേപോലെ ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണെങ്കിലും ഇത്തരം ഉൽപ്പന്നങ്ങൾക്കൊക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള അത്രയും ഉൽപ്പാദകരുണ്ടാവില്ല. പകരം ഏകദേശം ഒരു 25 മുതൽ 70 വരെയുള്ള ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഉൽപ്പാദകർ. 2, പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ പ്രത്യേകത. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്താണ് പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ? പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും മാർക്കറ്റിൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തത വരുത്തിക്കൊണ്ട് മാർക്കറ്റിൽ ഇടം പിടിക്കുന്നതിനെയാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ എന്ന് പറയാം. അപ്പോൾ അട്രാക്റ്റീവായിട്ട് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ വ്യത്യസ്തത വരുത്തുന്നത് കൊണ്ട്. ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ, ഡിഫറെൻറ്റ് ഫേംസ് ആർ ഡിഫറൻഷ്യേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബ്രാൻഡ്. അപ്പോൾ ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഓരോ ഫേമുകളും അവരുടെ ഉൽപ്പന്നങ്ങളെ വ്യത്യസ്തത വരുത്തുന്നത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ടൂത്ത് പേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോൾഗേറ്റ്, പെപ്സോഡൻറ്റ്, ക്ലോസപ്പ് തുടങ്ങി ധാരാളം ടൂത്ത് പേസ്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈച്ച് ഫേം, ഓരോ ഫേമുകളും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത് ഇറക്കുന്നത്? അപ്പോൾ എല്ലാം ടൂത്ത് പേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ വ്യത്യസ്തത വരുത്തിക്കൊണ്ടാണ് ഓരോ ഉൽപ്പാദകരും, പ്രൊഡ്യൂസേഴ്സും ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അല്ലേ? അവിടെ ഈച്ച് സെല്ലർ, ഓരോ സെല്ലേഴ്സും എന്തിനാണ് ട്രൈ ചെയ്യുക? അവരുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരെക്കാളും ബെറ്റർ ആക്കാനും ഡിഫറെൻ്റ് ആക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കോൾഗേറ്റിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ കോൾഗേറ്റിൻ്റെ രൂപം, പാക്കിംഗ് അല്ല ക്ലോസപ്പിനുണ്ടാവുക. ക്ലോസപ്പിൻ്റെത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷൻ എന്നതാണ് പ്രത്യേകത. ഇനി കൺസ്യൂമേഴ്സിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിലും ഇവ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. അതായത് ബ്രാൻഡിൻ്റെ കാര്യത്തിലായാലും പേരിൻ്റെ കാര്യത്തിലായാലും ട്രേഡ് മാർക്സും പാക്കിങ്ങും കളറും ഡിസൈനും എല്ലാം വ്യത്യസ്തത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേഷൻ ഓരോ ഫേമുകളും വരുത്തുന്നത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഉൽപ്പന്നത്തിന് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണമെന്നും അതേപോലെ എത്ര വില നിശ്ചയിക്കണമെന്നും ഈ ഫേമുകൾ തന്നെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ തീരുമാനിക്കുക. അതിനർത്ഥം ഇവിടെ പ്രൈസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഫേമുകൾ തന്നെയാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകതയാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. അതായത് ഈ ബിസിനസ്സിലേക്ക്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഈ മാർക്കറ്റ് സിറ്റുവേഷനിലേക്ക് പുതിയ ഫേമുകൾക്ക് എൻട്രി ചെയ്യാനും നിലവിലുള്ള ഫേമുകൾക്ക് എക്സിറ്റ് ചെയ്യാനും യാതൊരു തടസ്സവുമില്ല. നാലാമത്തത് സെല്ലിംഗ് കോസ്റ്റിന് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നതാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണെങ്കിലും മൊണോപ്പൊളിയിലാണെങ്കിലും ഒന്നും സെല്ലിംഗ് കോസ്റ്റിന് പ്രാധാന്യമില്ല. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അതേപോലെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, ഇതൊന്നും എന്തിനാവശ്യമില്ല? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലൊന്നും ആവശ്യമില്ല. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ശക്തമായ കോമ്പറ്റീഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ലാർജ് എമൗണ്ട് അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യും എന്നതാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെയും അതേപോലെ സോപ്പിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ധാരാളം നമ്മൾ കാണാറുണ്ട്. ഇനി അഞ്ചാമത്തത് കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേം, നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സാധാരണ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ പറയുന്ന പോലെ ഒരു ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയില്ല. അതായത് കളക്ഷൻ ഓഫ് ഫേംസ്, ധാരാളം ഫേമുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ധാരാളം ഫേമുകൾ, സെല്ലേഴ്സ് ഇവിടെ ഉണ്ടാവും. ഈ സെല്ലേഴ്സിനെല്ലാം കൂടെ കളക്ഷൻ ഓഫ് ഫേംസിനെ നമ്മൾ ഇൻഡസ്ട്രി എന്നല്ല ഡിനോട്ട് ചെയ്യുക, പകരം ഗ്രൂപ്പ് എന്നാണ്.
അപ്പോൾ സോപ്പിൻ്റെതാണെങ്കിൽ നമ്മൾ സോപ്പ് ഗ്രൂപ്പ് എന്നാണ് പറയുക, സോപ്പ് ഇൻഡസ്ട്രി എന്നല്ല പറയാം. ഇതാണ് ഇവിടെ പറയുന്നത്. ദെൻ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നതാണ്. അതായത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ ആബ്സെൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേമിലെ പോലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ ഡ്യൂ ടു പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫേം ഇവിടെ മൊണോപ്പൊളി പവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് മോർ ഇലാസ്റ്റിക് ആയിരിക്കുകയും അതോടൊപ്പം തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുകയും ചെയ്യും എന്നത് പ്രത്യേകം മനസ്സിലാക്കാം. മാത്രമല്ല ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലെസ് സ്റ്റീപ്പ് എന്നതായിരിക്കും. അതായത് സ്റ്റീപ്പായിട്ട് മൊണോപ്പൊളിയിലുള്ള പോലെ ആയിരിക്കില്ല, അതിനേക്കാളും കുറച്ചും കൂടെ വിടുത്ത് കീപ്പ് ചെയ്തുകൊണ്ട് ലെസ് സ്റ്റീപ്പായിട്ടായിരിക്കും വരയ്ക്കുക. ഇത് നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാം. ദെൻ ഏഴാമത്തത് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്നതാണ്. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ ജനറലി പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. പകരം ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഡിഫറെൻറ്റ് പ്രൈസസിലാണ് വിൽക്കുന്നത്. പക്ഷേ അവർ കോമ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി, കളർ, പാക്കിംഗ്, ഡിസൈൻ, അതായത് ഡിഫറൻഷിയേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് വ്യത്യസ്തത വരുത്തുന്നത് എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്വാളിറ്റി ആവാം, കളറാവാം, പാക്കിംഗ് ആവാം, വ്യത്യസ്ത ഡിസൈൻ ആവാം. ഇങ്ങനെയൊക്കെയാണ് അവിടെ കോമ്പറ്റീഷൻ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ എട്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കില്ല മാർക്കറ്റിനെ കുറിച്ച്. ഉദാഹരണത്തിന് കൺസ്യൂമേഴ്സ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ ധാരാളം സോപ്പുകൾ വെച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എല്ലാ സോപ്പുകളുടെയും നിറവും മണവും അതേപോലെ വിലയും എല്ലാം നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ധാരാളം പ്രൊഡക്ട്സുകൾ ഉണ്ടാവും എന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ ബയേഴ്സ് ഡു നോട്ട് നോ അബൌട്ട് ഓൾ ദീസ് പ്രൊഡക്ട്സ്, ദെയർ ക്വാളിറ്റീസ് ആൻഡ് പ്രൈസ്. അപ്പോൾ ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഗ്രാഫിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഡിമാൻഡ് കർവും അതേപോലെ ആവറേജ് റവന്യൂ കർവും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് അതിൻ്റെ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 3 കർവ് നിങ്ങൾക്ക് കാണാം. ഈ 3 നമ്മൾ ഇതുവരെ പഠിച്ച മാർക്കറ്റ് സിറ്റുവേഷനിലത്തെ ഓരോന്നിലത്തതും ഡിമാൻഡ് കർവിനെയും ആവറേജ് റവന്യൂ കർവിനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലത്തെ ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവുമാണ്. ഈ PC എന്ന് കൊടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വായിക്കാം. അതായത് ഇത് ഡിമാൻഡ് കർവാണ് ഈ ഹൊറിസോണ്ടലി വരച്ചത്. ആവറേജ് റവന്യൂ കർവും ഡിമാൻഡ് കർവും ഒന്ന് തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ നേരെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ പേര് കൊടുത്തത്. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നേരെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മൊണോപ്പൊളിയിൽ എങ്ങനെയായിരുന്നു അത് വരച്ചിരുന്നത്? മൊണോപ്പൊളിയിൽ നമ്മൾ വരച്ചത് ഇങ്ങനെ സ്റ്റീപ്പായിട്ടായിരുന്നു, ഇല്ലേ? സ്റ്റീപ്പായിട്ടായിരുന്നു വരച്ചത്. അതായത് ഇത് M എന്ന് പറയുന്നത് മൊണോപ്പൊളിയാണ്, D എന്ന് പറയുന്നത് ഡിമാൻഡാണ്. അപ്പോൾ ഡിമാൻഡ് കർവാണിത്. അതേപോലെ ആവറേജ് റവന്യൂ കർവും അത് തന്നെയായിരുന്നു മൊണോപ്പൊളിയിൽ. അപ്പോൾ ഇവ രണ്ടും ഒന്ന് തന്നെയായിരുന്നു, അത് സ്റ്റീപ്പായിട്ടാണ് വരച്ചത്. കുത്തനെയാണ്, അല്ലേ? ഏകദേശം ഒരു കുത്തന എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് വരച്ചത്. ഇനി നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ യഥാർത്ഥത്തിൽ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിയുടെയും ഡിമാൻഡ് കർവിൻ്റെ ഇടയിലൂടെയുള്ള ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കുറച്ചുകൂടെ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതായത് MC എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നാണ്. അതുകൊണ്ട് ഡിമാൻഡ് കർവ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതേപോലെ ആവറേജ് റവന്യൂ ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നാണ് ഇത് എഴുതിയത്. ഇത് മൂന്നും ഈ ഒരു ഗ്രാഫിൽ ഇവിടെ കാണിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കർവ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, മൂന്നും കൂടെ ഒന്നിൽ വരയ്ക്കാൻ പാടില്ല. അങ്ങനെ വരയ്ക്കരുത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ മൊണോപ്പൊളിസ്റ്റിക്കിൽ ഇനി വരുന്ന ഗ്രാഫുകൾ എങ്ങനെയാണ് ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും വരയ്ക്കുക? അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ട്, ഇതുവരെ വരച്ചതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടായിരിക്കും നമ്മൾ ഇവിടെ ആയിരിക്കും വരയ്ക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇനി നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ പ്രൈസ് ഡിറ്റർമിനേഷൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ
ഇൻഡസ്ട്രി എന്നതിനെ അനാലിസിസ് ചെയ്യാൻ, ഗ്രാഫിക്കലി അനാലിസിസ് ചെയ്യുക എന്നത് ഇമ്പോസിബിളാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് വരയ്ക്കാൻ കഴിയില്ല മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് വരച്ചിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ അത് വരയ്ക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ഉൽപ്പന്നങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് വിൽക്കുന്നത് എന്നതുകൊണ്ട്, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ നടത്തുന്നു എന്നതുകൊണ്ടാണ്. രണ്ടാമത്തത്, സിംഗിൾ പ്രൈസ് എന്നത് ഒരിക്കലും നിലനിൽക്കില്ല. അതായത് ഓരോ ഫേമും അവരുടെ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തത വരുത്തിക്കൊണ്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടാണ് വിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ പ്രൈസ് അല്ല മാർക്കറ്റിൽ ഉണ്ടാവുക, വ്യത്യസ്ത പ്രൈസാണ് ഉണ്ടാവുക. ഓരോ ബ്രാൻഡിൻ്റെതും ഓരോ വിലയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്ക് ഒരു വില എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അതൊരു ഗ്രാഫിക്കലി ഇൻഡസ്ട്രിയുടേത് പ്രസൻറ്റ് ചെയ്യാത്തത്. ഇനി മോറോവർ, ഇതിനെല്ലാം ഉപരി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കളക്ഷൻ ഓഫ് ഫേംസിനെ നമ്മൾ സാധാ ഇൻഡസ്ട്രി എന്നായിരുന്നു പറയാറ്. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അങ്ങനെ പറയില്ല, പകരം ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയുക. ഇനി ഷോർട്ട് പീരീഡിലും ലോങ് പീരീഡിലും, അതായത് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എങ്ങനെയായിരിക്കും പ്രൈസ് ഡിറ്റർമിനേഷൻ എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ ഷോർട്ട് പീരീഡിൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫേമിന് എന്തിനുള്ള സമയം ഉണ്ടാവില്ല. അവരുടെ സ്കെയിൽ ഓഫ് പ്ലാന്റും മെഷീനറിയും ലാൻഡും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താനുള്ള ഒരു സമയമുണ്ടാവില്ല. കാരണം ഷോർട്ട് പീരീഡാണ്. മാത്രമല്ല പുതിയ ഫേമുകൾക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുമുള്ള സമയമുണ്ടാവില്ല. അപ്പോൾ ഈ ഷോർട്ട് പീരീഡിലെ കേസ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് പീരീഡിൽ ഒരു ഫേം 3 രീതിയിലുള്ള സിറ്റുവേഷനാണ് കടന്നു പോകാൻ സാധ്യത. ഒന്ന്, ആ ഫേം ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഫേമിന് നോർമൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ 0 പ്രോഫിറ്റോ ലഭിക്കുന്നു. മൂന്നാമത്തെ സിറ്റുവേഷൻ, ഈ ഫേമിന് ലോസിലേക്ക് എത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ ലോസ് സഹിക്കേണ്ടി വരുന്നു. ഇങ്ങനെ 3 സിറ്റുവേഷനിലേക്ക് കൂടെയാണ് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഷോർട്ട് റണ്ണിൽ ഒരു ഫേം കടന്നു പോവുക. ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് ഗ്രാഫ് വരച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് ചെയ്യുക. ഇനി ഇതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, ഫേം മേ ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ പോസിബിലിറ്റി ഓഫ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമുക്ക് നോക്കാം ഷോർട്ട് റണ്ണിൽ. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എന്തുകൊണ്ടാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്? അതിൻ്റെ ഒരു കാരണം ഉണ്ടാവില്ലേ? അപ്പോൾ ഈ നോട്ട്സ് നോട്ട് ചെയ്യണം. ഒരു ഫേമിന് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള കാരണം അവിടെ ഡിമാൻഡ് കൂടുന്നു എന്നതുകൊണ്ടാണ്. ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കൂടുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെയാണല്ലോ സാധാരണയായിട്ട്, ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിലല്ലേ ലാഭം കൂടുതൽ കിട്ടുക. മാത്രമല്ല ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതായത് ഒരു ഫേം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് വളരെ ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരവസ്ഥ വരിക. അങ്ങനെ വരുമ്പോൾ ഈ ഫേം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവും. ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? ദ ഫേം ക്യാൻ ഫിക്സ് ഹയർ പ്രൈസ്. ആ ഫേമിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാൻ കാരണമാവും. അങ്ങനെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നതിലേക്ക് അത് ലീഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഷോർട്ട് റണ്ണിൽ ഒരു ഫേമിന് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കിട്ടുന്നത്. ദിസ് ഈസ് പോസിബിൾ. ഇത് പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഷോർട്ട് പീരീഡിൽ ആയതുകൊണ്ട് മാത്രം. കാരണം ഷോർട്ട് റണ്ണിൽ പുതിയ ഫേമുകളൊന്നും മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത് വരില്ല. അതിനുള്ള ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ പുതിയ ഫേമുകൾ വരികയാണെങ്കിൽ ആ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് മാറും, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നത് മാറും. കാരണം വേറെയും ഉൽപ്പന്നങ്ങൾ ഇതേപോലുള്ളത് മാർക്കറ്റിലേക്ക് വരികയും പുതിയ ഫേമുകൾ വരികയും ചെയ്യുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് പോവും എന്നതാണ്. സോ ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫേം MC = MR എന്ന പൊസിഷൻ, ഈക്വലിബ്രിയം പൊസിഷനിലാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന പോയിന്റിലാണ് മാക്സിമം പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുക. ആ ഔട്ട്പുട്ടിനാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. ഇനി ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഈസിയാണ്, വളരെ ഈസിയാണ് ഇതിലെ ഗ്രാഫുകളെല്ലാം തന്നെ. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഷോർട്ട് റണ്ണിൽ എങ്ങനെയായിരിക്കും എന്നതല്ലേ. അപ്പോൾ Y ആക്സിസും X ആക്സിസും കൊടുത്തിട്ടുണ്ട്. Xൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിൽസ് കൊടുത്തു, അതേപോലെ Yയിൽ പ്രൈസും റവന്യൂവും കോസ്റ്റും കാണിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ആവറേജ് റവന്യൂ കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് വരച്ചു.
അതിൻ്റെ പൊസിഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെ വരയ്ക്കുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചു. അതിന് നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ പ്രൈസും ആവറേജ് റവന്യൂവും ഡിമാൻഡ് കർവും ഒക്കെ ഒന്ന് തന്നെയാണ്. അതേപോലെ ഇവിടെ മാർജിനൽ റവന്യൂ കർവ് വരച്ചു. മാർജിനൽ റവന്യൂ കർവ് നമുക്കറിയാം ആവറേജ് റവന്യൂ കർവിൻ്റെ തൊട്ട് താഴെയാണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും മൊണോപ്പൊളിയിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരച്ചു. എന്നിട്ട് ഇവിടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് വരച്ചതെന്ന് നോക്കുക. അതേപോലെ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ കർവ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മാർജിനൽ റവന്യൂവിനെ മാർജിനൽ കോസ്റ്റ് താഴെ നിന്നും മുകളിലേക്ക് കട്ട് ചെയ്തു. അത് എം ആർ കർവിനെ എം സി കട്ട് എം ആർ ഫ്രം ബിലോ, എം സി കട്ട് എം ആർ ഫ്രം ബിലോ അങ്ങനെ കട്ട് ചെയ്ത് മേലെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്ത ഈ ഒരു പോയിന്റ്, ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിനെയാണ് ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈക്വിലിബ്രിയം പോയിന്റിലെ ക്വാണ്ടിറ്റിയാണ് ഒ ക്യു എന്ന ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി അല്ലേ, ഒ ക്യു. റെഡി? അപ്പോൾ ഒ ക്യു എന്ന ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. മാത്രമല്ല ഈ ക്യു മുതൽ ബി വരെയുള്ള ഏരിയ എന്താണ് യഥാർത്ഥത്തിൽ? അതായത് ഇതിലൂടെയല്ലേ ഈ ആവറേജ് കോസ്റ്റ് കർവ് പോകുന്നത്. ആവറേജ് കോസ്റ്റ് കർവ് പോകുന്നത് ഇതിലൂടെ ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റ് വരെയുള്ള ഏരിയ, ഇവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഏരിയയാണ് എന്ത്, കോസ്റ്റ് എന്ന് പറയുന്നത്, ചെലവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെലവ് ഇവിടെയാണ്. ഇനി പ്രൈസ് എവിടെയാണ് ഫിക്സ് ചെയ്തത് നോക്കുക. പ്രൈസ് ഫിക്സ് ചെയ്തത് ക്യൂ മുതൽ എ വരെയുള്ള ക്യൂ എ എന്ന പോയിന്റ്, അതായത് ഇവിടെയാണ് പ്രൈസ് ഫിക്സ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഒ മുതൽ പി വരെയുള്ള ഏരിയ അല്ലേ, ഒ പി എന്നതാണ് പ്രൈസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്തത് ഈ ഒരു പോയിന്റിലാണ് അല്ലേ, അതായത് ആവറേജ് റവന്യൂ കർവിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പോയിന്റിലാണ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. സോ ഈ പ്രൈസിൽ നിന്നും ചെലവ് കുറച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈസിൽ നിന്ന് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. അതാണ് ഇവിടെ കാണിക്കുന്ന ബി മുതൽ എ വരെയുള്ള ഏരിയ. അതായത് ബി മുതൽ എ വരെയുള്ള ഏരിയ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. അതായത് ഈ ഷെയ്ഡഡ് ഏരിയ മൊത്തം, അതായത് ബി എ പി ടി, ഈ ഒരു ഏരിയ, ഈ ഷെയ്ഡഡ് ഏരിയ കംപ്ലീറ്റ് ആ ഫേമിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് സാധാ പ്രോഫിറ്റ് അല്ല, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഹൈ പ്രോഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത് എന്നർത്ഥം. അതിൻ്റെ കാരണം നമുക്കറിയാം, ഡിമാൻഡ് കൂടുതലാണ്, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിലില്ല, അതുകൊണ്ട് തന്നെ പ്രൈസ് കൂട്ടി വിറ്റു, അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ. സോ ഈ ആവറേജ് കോസ്റ്റ് കർവ് കണ്ടില്ലേ, ഈ ആവറേജ് കോസ്റ്റ് കർവിനെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള ഗ്രാഫുകളൊക്കെ വളരെ എളുപ്പം മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ഇവിടെ എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ള ഗ്രാഫുകളിലൊക്കെ എന്ത് മാത്രമേ മാറുള്ളൂ? ഈ ആവറേജ് കോസ്റ്റ് കർവ് മാത്രം, അതിൻ്റെ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റ് കർവ് കട്ട് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഇനി അടുത്തതിൽ നമുക്ക് നോക്കാം. ഇനി ഷോർട്ട് റണ്ണിലെ രണ്ടാമത്തെ ഒരു സാഹചര്യമാണ് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ സീറോ പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യം. ഇനി ഇവിടെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാഫ് ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. എന്ത് മാത്രം നോക്കുക, ഈ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ പൊസിഷൻ മാത്രമാണ് ഇവിടെ മാറുന്നത്. ആവറേജ് കോസ്റ്റ് കർവിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് മാറിയത് നോക്കുക. ഇവിടെ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന കേസ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ എ സി. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഈ കർവല്ലേ, ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ഈ ഒരു കർവാണ്. അപ്പോൾ ഈ ആവറേജ് റവന്യൂ എന്ന കർവ് ആവറേജ് കോസ്റ്റിനേക്കാളും സ്ലൈറ്റ്ലി ഹയർ, കുറച്ച് മാത്രം മുകളിലാണ് അല്ലേ. അപ്പോൾ അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് കുറവാണെന്നർത്ഥം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്യൂ മുതൽ ബി വരെയുള്ള ഏരിയ കോസ്റ്റാണ്, എ എന്നത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ പ്രൈസാണ്. ആവറേജ് റവന്യൂവിൻ്റെ മേൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പോയിൻ്റാണ് പ്രൈസ്. അപ്പോൾ ഈ പ്രൈസിൽ നിന്ന് ഈ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നത് ബി എ എന്ന ഏരിയയാണ്. അപ്പോൾ ബി എ എന്നതാണ് ഇവിടെ പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഈ ഷെയ്ഡഡ് ഏരിയയാണ് ഇവിടുത്തെ ഫേമിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വരച്ച ഗ്രാഫിലെ പ്രോഫിറ്റിനേക്കാളും പ്രോഫിറ്റ് ഇവിടെ കുറവാണ്. മനസ്സിലായില്ലേ? പ്രോഫിറ്റ് കുറവാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി സീറോ പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും?
ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ മേലേക്ക് കയറ്റിയിട്ട് വരച്ചാൽ പോരെ? അതായത് ആവറേജ് റവന്യൂ കർവിൻ്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈക്വൽ ആക്കിക്കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ പോരെ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരച്ചത്. ഈ റൈറ്റ് സൈഡിലുള്ള ഗ്രാഫ് നോക്കുക, ഇവിടെ 0 പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആവറേജ് കോസ്റ്റ് കർവ് മാത്രം നോക്കുക. ആവറേജ് കോസ്റ്റ് കർവ് വരച്ചത് എങ്ങനെയാണ്? ആവറേജ് റവന്യൂ ആൻഡ് ആവറേജ് കോസ്റ്റ് ആർ ഈക്വൽ. ഇവിടെ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റും ഈക്വൽ ആണ്. റവന്യൂവും കോസ്റ്റും ഈക്വൽ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ ലാഭമില്ല. അവിടെ നഷ്ടമുണ്ടോ? നഷ്ടവുമില്ല. അതായത് ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിൻ്റാണിത്. ഇവിടെ 0 പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. 0 പ്രോഫിറ്റ് എന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ വരയ്ക്കേണ്ടത് ഈ ആവറേജ് റവന്യൂ കർവിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാം. ഓക്കെ, യെസ്. ദെൻ അടുത്തൊരു സാഹചര്യമാണ് ഈ ഫേം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലോസ് ഉണ്ടാക്കുന്ന സാഹചര്യം. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? സ്വാഭാവികമായും നമ്മൾ നേരത്തെ ഈ ആവറേജ് റവന്യൂ കർവിനെ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു വരച്ചത്. 0 പ്രോഫിറ്റിൻ്റെ കേസിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതിലൂടെയായിരുന്നു ആവറേജ് കോസ്റ്റ് കർവ് പോയിരുന്നത്. എന്നാൽ ഇവിടെ ആവറേജ് കോസ്റ്റ് കർവ് പോയത് നോക്കുക, മുകളിലൂടെയാണ്, നേരെ മുകളിലൂടെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ AR ഈസ് ലെസ് ദാൻ AC. AR എന്ന് പറയുന്നത് ACയേക്കാളും താഴെയാണ്. AR എന്ന് പറയുന്നത് ഈ കർവാണ്. ഇവിടെ B എന്ന ഈ ഒരു പോയിന്റില്ലേ, ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു നേരത്തെ നമ്മൾ വരച്ചത്. പക്ഷേ ഇത് ഹയർ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും റവന്യൂ എന്നത് പറയുന്നത് കുറവുമാണ്. കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവുമാണെങ്കിൽ സ്വാഭാവികമായി അവിടെ എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. അപ്പോൾ നഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ ഒരു പോയിന്റില്ലേ, ഈ ഒരു പോയിന്റ് മുതൽ എത്ര അകലം വരെ ഈ ആവറേജ് കോസ്റ്റ് പോയോ? അതായത് ഇവിടം വരെയാണ് പോയത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വരെ എന്താണ്? നഷ്ടമാണ്. അപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് ഫേമിൻ്റെ ടോട്ടൽ ലോസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സെൽ അറ്റ് പ്രൈസ് ലെസ് ദാൻ ഇറ്റ്സ് കോസ്റ്റ് ആണ് അല്ലേ? ദെൻ അടുത്തത് ലോങ് ടേമിലെ ഈക്വിലിബ്രിയം എങ്ങനെയായിരിക്കും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് എന്നതാണ്. ഷോർട്ട് റണ്ണിൽ അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്, അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, പിന്നെ 0 പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കിട്ടുന്ന കേസ്, അതേപോലെ ലോസ് ഉണ്ടാക്കുന്ന കേസ്, മൂന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരാനുള്ളത്? അതായത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ സ്കെയിൽ ഓഫ് പ്ലാന്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും അല്ലേ? സ്കെയിൽ ഓഫ് പ്ലാന്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും. മാത്രമല്ല എന്തിനും കൂടെ ഉള്ള സമയം ഉണ്ടാവും. അവിടെ പുതിയ ഫേമുകൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെയായിരിക്കും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ലോങ് റണ്ണിലെ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണിത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലോങ് റണ്ണിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഓരോ ഫേമിനും കിട്ടുകയുള്ളൂ. കാരണം അവിടെ പുതിയ ഫേമുകൾ എൻ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ മത്സരം കഠിനമാകുന്നു. സോ അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത്, ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ കർവിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആവറേജ് റവന്യൂ കർവും അതേപോലെ ആവറേജ് കോസ്റ്റ് കർവും ഒക്കെ ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ വലിയ രൂപത്തിലുള്ള പ്രോഫിറ്റ് കിട്ടില്ല എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നിഗമനത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അവിടെ കിട്ടുക ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ചത്. ഓക്കെ, സോ ഇവിടെ നേരത്തെ വരച്ചതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ല. നേരത്തെ വരച്ച അതേ ഗ്രാഫ് തന്നെയാണ് നമ്മൾ മുമ്പ് വരച്ചിരുന്നു. അപ്പോൾ ഇവിടെ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് വേണം എഴുതാൻ. നേരത്തെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നായിരുന്നു. ബാക്കി ഈ ആവറേജ് കോസ്റ്റിനെ മാത്രം നോക്കിയാൽ മതി. ആവറേജ് കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂവിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. ഈ പോയിന്റിൽ ടച്ച് ചെയ്ത് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ റെഡിയാണ്. ഇവിടെ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നോർമൽ പ്രോഫിറ്റാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ്
ഗ്രാഫിക്കലി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഡിഫറൻസസുകളൂടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസം. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലർ അല്ലേ, അതേപോലെ മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടാവും, പക്ഷേ ഡിഫറൻഷ്യേറ്റഡ് ഉൽപ്പന്നങ്ങളായിരിക്കും അവിടെ വിൽക്കുന്നത്, കഠിനമായ മത്സരം ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. ഇനി താഴെ പറയുന്ന ഡിഫറൻസസുകൾ പെട്ടെന്ന് നോക്കാം. മൊണോപ്പൊളി ഫേമിൽ വൺ പ്രൊഡ്യൂസർ മാത്രമേ ഉണ്ടാവൂ, ഒരു സെല്ലറേ ഉണ്ടാവുള്ളൂ. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലോ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും. ഇനി മൊണോപ്പൊളിയിൽ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത് ഉണ്ടാവില്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക്കിലോ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടാവും, അത് പ്രധാനപ്പെട്ടതാണ്. മൊണോപ്പൊളിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നില്ല, മൊണോപ്പൊളിസ്റ്റിക്കിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അതേപോലെ മൊണോപ്പൊളിയിൽ ന്യൂ ഫേംസ് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല മൊണോപ്പൊളിയിൽ. എന്നാലോ മൊണോപ്പൊളിസ്റ്റിക്കിൽ പുതിയ ഫേമുകൾക്ക് എൻ്റർ ചെയ്യുകയും നിലവിലുള്ളതിന് എക്സിറ്റ് ചെയ്തു പോവുകയും ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല. ദെൻ അഞ്ചാമത്തത്, മൊണോപ്പൊളിയിൽ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇവിടെ there is no under monopoly the demand of the product is less elastic because there is no close substitute. അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ആയിരുന്നു. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോഴോ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്, ബിക്കോസ് ദർ ഈസ് സം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് എന്നതുകൊണ്ടാണ് അതിന് ഇലാസ്റ്റിക് ആവുന്നത്. ഇലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ പറയാറ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണത്. അപ്പോൾ ആറാമത്തത്, മൊണോപ്പൊളിയിൽ സെല്ലിംഗ് കോസ്റ്റിന് പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവും ഇല്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലോ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള കോസ്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. ദെൻ ഇത്രയുമാണ് മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ആദ്യം സിമിലാരിറ്റീസ് പറയാം. ആദ്യത്തേത്, ഇൻ ബോത്ത് ഈച്ച് ഫേം ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ, അതേപോലെ വിത്തൗട്ട് റിഗാർഡ് ടു ദ റെസ്പോൺസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഓരോ സ്ഥാപനവും അതിൻ്റെ എതിരാളികളുടെ പ്രതികരണങ്ങൾ പരിഗണിക്കാതെ തന്നെ സ്വതന്ത്രമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ദെൻ രണ്ടാമത്തത്, ബോത്ത് മാർക്കറ്റ് സിറ്റുവേഷൻ, രണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിലും ഫ്രീ എൻട്രിയും അതേപോലെ ഫ്രീ എക്സിറ്റും സാധ്യമാണ് അല്ലേ. ദെൻ ഡിഫറൻസസ് എന്ന് പറയുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരേപോലെയുള്ളതായിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റഡ് ആണ്, വ്യത്യസ്തത ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഡിഫറൻസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ റിയൽ കോൺസെപ്റ്റ് അല്ല പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനോ റിയൽ കോൺസെപ്റ്റാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക്കിൽ നമ്പർ ഓഫ് ബയേഴ്സ് ലാർജ് തന്നെയാണ്, പക്ഷേ നോട്ട് സോ ലാർജ് ആസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള അത്രയും ലാർജ് അല്ല. നാലാമത്തത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സും സെല്ലേഴ്സിനും പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച്, വിലയെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും എല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കും. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ അവിടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ടും അവിടെ കൺസ്യൂമേഴ്സ് അവിടെ കസ്റ്റമേഴ്സ് കൺഫ്യൂഷൻ ആവുകയും അവിടെ പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ റോള് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ദെൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേംസിൽ പ്രൈസ് ടേക്കേഴ്സാണ്, മാർക്കറ്റിലുള്ള പ്രൈസ് എന്താണോ അത് സ്വീകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലോ പ്രൈസ് മേക്കേഴ്സാണ്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇവിടുത്തെ ഫേമുകൾ തന്നെ ആയിരിക്കും. ദെൻ ഏഴാമത്തത്, ഡിമാൻഡ് കർവ് ഹോറിസോണ്ടലായിട്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരയ്ക്കുക. നമ്മൾ വരച്ചതാണ്, നമുക്ക് ഓർമ്മയുണ്ട്, ഹോറിസോണ്ടലായിട്ട് നേരെയാണ് വരയ്ക്കുക. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലോ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിട്ടാണ് നമ്മൾ വരയ്ക്കുക.
ദെൻ എട്ടാമത്തതും അവസാനത്തതുമായിട്ടുള്ള പോയിന്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ രണ്ടും ഒന്ന് തന്നെയായിരിക്കും. അതേപോലെ അവ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുകയും ചെയ്യുക പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അവിടെ പ്രൈസും ഡിമാൻഡും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും എല്ലാം സെയിം ആയിരിക്കും. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോഴോ അവിടെ പ്രൈസും ഡിമാൻഡും ARഉം സെയിം ആയിരിക്കും അല്ലേ, അത് മൂന്നും സെയിം ആയിരിക്കും. പക്ഷേ എന്തായിരിക്കില്ല, MR എന്ന് പറയുന്നത് ഒറ്റ കർവിലല്ല വരയ്ക്കുക. MR എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിൻ്റെ നേരെ താഴെയായിട്ട് ബിലോ ആയിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും ഡിഫറൻസസുകളാണ് നമ്മൾ ഇവിടെ പറയാനുള്ളത്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ മീനിങ്ങും പ്രത്യേകതകളും ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലുമുള്ള ഗ്രാഫുകളും അതേപോലെ ഡിഫറൻസസുകളും ഒക്കെ പഠിച്ചു. സോ താങ്ക് യു വെരി മച്ച്.